ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ UK അതായത് നോർവിച്ചിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ 25th മോർണിംഗ് ഒരു 12 മണിക്കൊക്കെയാണ് എത്തിയത്. അന്ന് തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ടേക്ക് വരാനായിട്ട് ഇറങ്ങി. കാരണം നമുക്ക് ഓൾറെഡി 2 ദിവസം നമ്മൾ വന്നില്ലായിരുന്നു. 23rd 24th നമ്മൾ എത്തിയില്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി. നമ്മുടെ അവിടെ കാര്യവട്ടം ക്യാമ്പസ് ഇങ്ങനെയാണ്, 2 സൈഡും ഫുള്ളും ഇതാണ്, ചെടികളാണ്. നടക്കാൻ പറഞ്ഞാൽ നമ്മൾ നടക്കുന്നത് സൈക്കിൾ ഓടിക്കുന്ന സ്ഥലത്തിൽ കൂടെയാണ്. കാരണം ഒരു ആൻറ്റി ആ സൈക്കിൾ ഓടിച്ച് പോയപ്പോഴാണ് മനസ്സിലായത്. അയ്യോ, നിങ്ങൾ പറയും കമന്റ് ബിലോ, ഇതെന്താണ് സാധനം? വീക്കിനെ വരണമെന്നുണ്ടായിരുന്നു. ഇത് ചർച്ചാണെന്ന് തോന്നുന്നു, കുരിശ് വെച്ചേക്കും. വേണ്ടേ ഗൈസ്, ഐ തിങ്ക് ഇറ്റ്സ് ചർച്ച്. അല്ല, UEA തന്നെ എഴുതിയിരിക്കുന്നത്, യൂണിവേഴ്സിറ്റിയുടേതാണത്. ഈ മറ്റേ ഓക്കെ. ഇനി നമുക്കൊരു 8-10 മിനിറ്റും കൂടി നടക്കാനുണ്ട്. ഇപ്പം തന്നെ ഒരു 15 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. 15 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻ. നമ്മളിവിടെ അല്ല നിൽക്കുന്നത്, നമ്മുടെ അല്ലാത്ത അക്കോമഡേഷൻ അല്ലാണ്, പക്ഷെ ഇതാണ് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ. അയ്യോ, ചറുകി അല്ല പായലാണെന്ന് തോന്നുന്നു. യൂണിവേഴ്സിറ്റി പ്ലെയിനോ ഒരു ബോർഡ് കണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് എത്താറായി. എവിടെ ആരോ ഇങ്ങോട്ടല്ലേ കടന്നേ? നമ്മൾ ഏകദേശം എത്താറായി യൂണിവേഴ്സിറ്റിയുടെ അടുത്ത്. ഇവിടെ നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മുടെ മറ്റേ സിഗ്നലിൻ്റെ അവിടെ ആ ബോർഡിൽ ഞെക്കിയാൽ മതി. അപ്പോൾ റെഡ് സിഗ്നൽ വീഴും. നമ്മൾ അവിടുത്തെ പോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, റെഡ് സിഗ്നൽ വീഴുന്ന വരെ. നമുക്കിഷ്ടമുള്ളപ്പം പ്രസ് ചെയ്യാം, ക്രോസ് ചെയ്യാം അല്ലേ? ഹായ്. ആദ്യത്തെ ഡേയിൽ ആവേശം മാത്രമേ കാണാൻ ഇത്. അങ്ങനെ നമ്മൾ എത്തിയതാന്ന് തോന്നുന്നു. എനിക്കും ആദ്യം സംഭവം ഇങ്ങനെ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുന്നതുകൊണ്ട് എവിടെയാണ് പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. എങ്ങോട്ടേക്കോ ഇങ്ങനെ നടന്നു വെക്കൊണ്ടിരിക്കുന്നു. സ്പോർട്സ് പാർക്കിൻ്റെ ആരും കണ്ടല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടെങ്കിലും ഇവിടെ വെച്ചിട്ട് പ്ലീസ് ഡു നോട്ട് പാർക്ക് ഓൺ ദിസ് പേയ്മെൻറ്റ്. എൽഹാം പാർക്ക് UEA. നമ്മൾ ഒരാളെ കണ്ടു ഇവിടെ. അങ്ങോട്ടേക്ക് വെക്കൊണ്ടിരിക്കും. ചിരിക്കുന്നുണ്ടോ ഇല്ലെന്നായിരിക്കും. നമ്മുടെ യൂണിവേഴ്സിറ്റി സ്പോർട്സ് പാർക്കിൻ്റെ അവിടെ എത്തി നമ്മൾ. അവന്മാർ എന്താ വിദ്യേനെ വിളിച്ചിട്ടുണ്ടാവും. ഒരു കുട്ടി ഉണ്ടെന്ന് കൈസ്. വിദ്യേനെ കണ്ടു. ഇന്ന് വൈകുന്നേരം കൊണ്ടാക്കാന്ന് പറഞ്ഞ അങ്ങോട്ട്. അപ്പൊ ഞങ്ങളെ നമ്മൾ വിദ്യേനെ കണ്ടു. മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് അത് അവിടെ ഞങ്ങള് പോയി ഒരു സ്ഥലത്ത്. അവിടെ ഇന്ത്യൻ മണി. എടാ, ഞാൻ കമ്മലിട്ടില്ലടാ. ഞാൻ കമ്മലിടാൻ മറന്നുപോയി. ഞാൻ അമ്മേനൊക്കെ വീഡിയോ കോൾ ചെയ്യാറുണ്ടിരുന്നിട്ട് ഞാൻ റൂമിൽ നിന്ന് ചെയ്ത് രാവിലെ
ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി കാർഡ് മേടിക്കാൻ പോവാണ്. കാരണം യൂണിവേഴ്സിറ്റി കാർഡ് എടുക്കണം. അപ്പോൾ അതിനായി നമ്മുടെ സ്ഥലം. അപ്പോൾ നമ്മൾ കാർഡ് എടുക്കാനാണ് ആദ്യം പോകണത്. കാർഡ് എടുത്തിട്ടാൽ നമുക്ക് ക്ലാസ്സിലോട്ടേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. നമ്മൾ എന്തായാലും 2 days ലേറ്റാണ്. 23rd വരേണ്ടതായിരുന്നു. നമ്മൾ ഇത്ര നേരം നടന്നിട്ട് എത്താൻ പറ്റുന്നില്ല സ്ഥലത്ത് അല്ലേ? നമ്മള് നടക്കണേന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടു ക്ലാസ്സൊക്കെ സ്റ്റാർട്ടായി. അപ്പോ അവര് പറയുന്നുണ്ട് ഒരു 3 അവരിങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മളെ. അങ്ങോട്ട് നോക്കാം. ഗായ്സ് അങ്ങോട്ട് നോക്കൂ. അവിടെ കുറെ പേര് പഠിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ തേരാപ്പാര നടക്കുന്നു. ഇത് യൂണിവേഴ്സിറ്റി എല്ലാരും പഠിക്കാൻ തുടങ്ങി. നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയതുകൊണ്ട്. അതെ, എന്താണ് ക്രിസ്മസ് ട്രീ. ഇനി ഞങ്ങൾക്ക് കടയിൽ പോയി വാങ്ങിക്കണ്ട. അതെ, ഇതിന്റെ ഫ്രണ്ടിൽ ഇനി ക്രിസ്മസിന് വന്നു തീരും. ട്രീ അയ്യോ, അതിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോവല്ല. അവിടെ മിസ് വല്ല തിരിയലിനെ കുറിച്ച് ക്ലാസ് നമുക്ക് വഴി മാറിപ്പോയി ഗൈസ്. അപ്പൊ നമ്മളിനി വീണ്ടും പഴയ വന്ന സ്ഥലത്തോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ പ്രത്യേക ആരും ചെല്ലാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് ഞങ്ങളൊരു ഭ്രാന്തികളെ പോലെ അണിഞ്ഞെന്ന് വരുമെന്ന്. അല്ല, സ്റ്റഡി സെന്റർ എന്ന് എഴുതിയിരിക്കുന്നു. ക്ലാസ്സും ഉണ്ട് മുകളിലോട്ടേക്കൊക്കെ. ആരോട് ചോദിക്കണ്ട. നീ എന്തായിരുന്നു വീഡിയോ എടുക്കാത്ത? ഞാൻ വീഡിയോ എടുക്കാതെ ആകെ 65% ഉണ്ട്. ഞാനും ഉണ്ട്. അതാണല്ലേ. അല്ല, എനിക്കിന്നൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിപ്പോയി. രാവിലെ തന്നെ ആയി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റുഡൻറ് സെന്ററിൽ എത്താറായി. എന്താ എൻ്റെ ഫോണിൽ ഇപ്പോൾ 11:16 നമ്മളിവിടെ അതാണ്ട് സ്റ്റുഡൻറ് ഇൻഫർമേഷൻ ട്രാൻസ്ഫോമിങ്. ഓക്കെ റൈറ്റ് എന്നാണ് പറഞ്ഞത്. ഈ റൈറ്റ് ആണോ? ഫുള്ളും റൈറ്റ് എന്നാണ് പറഞ്ഞത്. സ്റ്റുഡൻറ് സർവീസ്. അങ്ങോട്ടായിരിക്കും അല്ലേ? കുപ്പി ഇല്ല, തിരിച്ചു വെച്ചു. അത് മതി. കുപ്പി എടുക്കാനുള്ളതല്ലേ? എടാ, നമ്മൾ വന്ന സ്ഥലം പക്ഷെ ആള് പറഞ്ഞത് റൈറ്റ്. ഓക്കെ എവിടെ പോണം? ഇവിടെ ഇന്ന് ഇവിടെ എന്തെന്നല്ല സ്റ്റുഡൻറ് പ്ലാന്റിങ് എന്തോ പ്ലാൻ ഡേ ആണ്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഇവിടെ നിന്ന് മേടിക്കാം. ഞങ്ങൾ വന്നിട്ട് സമയമുണ്ടെങ്കിൽ ഒന്നുകൂടി കാണിക്കും. അതെ, ഷൂട്ട് ചെയ്യാനാണ് 20 മിനിറ്റ് നടക്കാം. 20 മിനിറ്റ്. ഈ ഭാരമൊക്കെ തൂക്കി എടുത്തിട്ടുണ്ടോ? അല്ല, ഞാൻ ഇങ്ങനെ നോക്കുന്നു. ഇവളെന്ത് ഇങ്ങനെ? ഞാൻ പേടിച്ചാണ് ഇരുന്നത്. എൻ്റെ അടുത്തൊന്നും ചോദിക്കാനില്ല. നീ ഇവളെല്ലാം തപ്പ്. ഇവളവിടെ എല്ലാം ഇതേ അവര് പറയണല്ലോ. ഞാൻ നമ്പർ എടുത്ത് കൊടുത്തതാണ്. അല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരുന്നിട്ടാ. ഞാനിങ്ങനെയാണ് ഇരിക്കണം. ഞാനും അങ്ങനെ തന്നെ. അവര് പറയുന്ന ഓക്കെ. അങ്ങനെ നമ്മൾ സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയി ഇൻഫർമേഷൻ എടുത്തിട്ട് നമ്മളിനി പോസ്റ്റ് ഓഫീസിൽ പോവാണ് BRP കാർഡ് മേടിക്കാനായിട്ട്. അങ്ങനെ നമ്മളിവിടെ വന്ന് BRP കാർഡ് കളക്ട് ചെയ്തിട്ട് തിരിച്ച് യൂണിവേഴ്സിറ്റിയിലോട്ടേക്ക് പോവാണ്. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ അക്കോമഡേഷൻ്റെ സ്ഥലത്ത് പോകാം. അല്ല, അക്കോമഡേഷൻ്റെ സ്ഥലത്താണ് പോകുന്നത്. കാരണം നമുക്ക് ഫുഡും എല്ലാം കഴിക്കണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അവിടെ ഒരു എന്താണ് പറയണേ, ഹൽദിയിൽ അവിടെ എന്തോ ഒരു സ്ഥലത്ത് പോയി
ഫുഡൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീണ്ടും യൂണിവേഴ്സിറ്റി വരണം. കാരണം ഇന്നൊരു ഇവൻ്റ് ഉണ്ട്, അപ്പോൾ നമുക്കതിന് വരണം തിരിച്ച് 7 മണി തൊട്ട് 8 മണി വരെ. ഇവിടെ ഇപ്പോൾ സമയം 1:15 സംതിങ് എങ്ങനെയാണ്. അപ്പോൾ തിരിച്ചിത് വേണ്ടി യൂണിവേഴ്സിറ്റിയിലോട്ട് വരണം. ഓക്കെ, നമ്മൾ പോകുന്ന വഴി നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഒരു ഇങ്ങനെ ഒരു പ്ലേസ് കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോൾ കണ്ടതാണിത്. She's just protecting you. She's just protecting you from us. Yeah. She don't like us, maybe. Oh no, she's like that with everybody. Oh. It's not just me. Come on then. See you later. ഓക്കെ, ബൈ. ഇവിടെ വ്ളോഗറാണ് ഞാൻ. ഡാൻസ് ഒക്കെ കളിക്കും. അതല്ലേ ഞാൻ പറഞ്ഞു, ഇവിടെ നമുക്ക് റീൽസ് ഒക്കെ എടുക്കാൻ സ്ഥലമുണ്ട് ഇഷ്ടം പോലെ. ഓക്കെ ഓക്കെ. ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഞാൻ വീഡിയോയാ. വീഡിയോയോ? അമ്മോ, നമ്മൾ അന്ന് ചെയ്യില്ലല്ലോ. ഹായ്. Hi, you can say hello. He's a little bit. ഹലോ. He might try play. ഹലോ ഹലോ. അടുത്തിട്ട് വരും. Hugo, yeah. Okay. Can I take one photo? Yeah, of course. Yeah. വിദ്യാനെ കാണിച്ചു തരാം. ഇതാണ് വിദ്യ. Yeah, nice to meet you. നമുക്ക് ഇനിയും കുറച്ച് ദൂരം നടക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഈ റോഡ് സൈഡിൽ ഇങ്ങനെയുള്ള കുഞ്ഞു സാധനങ്ങൾ കണ്ട് പോവാം. അതുകൊണ്ട് നമുക്ക് അധികം നമ്മൾ ടയർഡ് ആവുന്നില്ല. പിന്നെ ഇവിടെ അങ്ങനെ ആ ഒരു ഇപ്പൊ കറണ്ട് ക്ലൈമറ്റ് നല്ല ഹോട്ട് വെതർ ആണ്. പക്ഷെ ഞങ്ങൾ 2 കൂൾ ലേഡീസ് നടക്കണോണ്ട് അതെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അമ്മേ ഫുള്ള് There is 2 more people. അവര് നടന്ന് മുമ്പോട്ട് പോയി കാണിച്ചു തരാം. കുറിച്ച് നോക്ക്, ശരിക്കും ഇത് കിടിലം വ്യൂ ആണ് കേട്ടോ. കൊള്ളാം. ഫോണിൽ എത്രത്തോളം ഇത് കിട്ടണ്ടെന്ന് അറിയില്ല. അതെ, പക്ഷെ ഇത് ആക്ച്വലി ഇത് കിടിലം. കേൾക്കാം, അത് വേറെ കാര്യം. ഇവള് ട്രിവാൻഡ്രത്തല്ല, ഞാൻ ട്രിവാൻഡ്രത്താണ്. എറണാകുളത്താണ്, കല്ലൂരാണ്. ആരും ചോദിക്കുന്നത്. ഞങ്ങൾ രണ്ട് സ്ഥലത്താണ് അക്കോമഡേഷനും. ഇവളുടെ സ്ഥലവും എൻ്റെ സ്ഥലവും ദൂരം, നല്ല ഡിസ്റ്റൻസിലുണ്ട്. പക്ഷെ മാക്സിമം ഞങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മളിതുപോലെ വീഡിയോസും എന്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ എടുത്തോണ്ട് പൊക്കോണ്ടിരിക്കാൻ, കാരണം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറെ നേരം കൊണ്ട്. അതെ, അതെ, ലാപ്ടോപ്പും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളത് BRP കാർഡ് മേടിച്ചിട്ട് തിരിച്ച് ഈ വീടിന്റെ അങ്ങോട്ട് സ്ഥലം കാണുമ്പോ എനിക്ക് നമ്മുടെ ട്രിവാൻഡ്രത്തെ കാര്യവട്ടം പോലെ എനിക്ക് ചെറുതായിട്ട് തോന്നി. കാരണം കാര്യവട്ടം യൂണിവേഴ്സിറ്റി ഇങ്ങനെയാണ്, 2 സൈഡും മൊത്തം ഒരു ഈ ഫോറസ്റ്റ് കണക്കാണ്. അല്ല, ഫോറസ്റ്റ് ആണ് അവിടെ, ഏകദേശം ആ ഒരു ലുക്ക്. പക്ഷെ റോഡിൽ ഒന്നും അവിടെ അങ്ങനെയല്ല. ജസ്റ്റ് ഇത് കണ്ടു, അങ്ങനത്തെ കണ്ടില്ലേ, റോഡ് സൈഡ് മൊത്തം കാടാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നല്ല ടയർഡായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും പോയില്ല, നേരെ റൂമിലോട്ട് തന്നെ വന്നു. ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ കടയിൽ പോയിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ, കോളേജിലെ ഫസ്റ്റ് ഡേ ഇങ്ങനെയായിരുന്നു. ക്ലാസ്സിന് കയറാൻ പറ്റിയില്ല, പക്ഷേ BRP കാർഡും ID കാർഡൊക്കെ കളക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ എന്തായാലും ക്ലാസ്സിന് കയറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ആൻഡ് ബായ് എല്ലാവർക്കും.